നമസ്തേ. ജ്യോതിഷ കൗൺസിലിംഗ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സുസ്വാഗതം. ഇന്ന് ഏഴര ശനിയെക്കുറിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് ഏഴര ശനി? ഈ ഏഴര ശനി ആർക്കൊക്കെയാണ് കൂടുതൽ ദോഷം ചെയ്യുന്നത്? ആർക്കൊക്കെ ദോഷഫലങ്ങൾ കുറഞ്ഞിരിക്കും? ഇതിനെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. ഏഴര ശനി എന്ന് പറയുന്നത് നമ്മൾ ചന്ദ്രലഗ്നം, ചന്ദ്രനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാശിയിൽ ചന്ദ്രൻ സഞ്ചരിക്കുന്ന സമയമാണ് നമ്മുടെ നക്ഷത്രം എന്ന് പറയുന്നത്. അപ്പോൾ ആ നമ്മുടെ ജന്മനക്ഷത്രം, അതിനെ ജന്മക്കൂർ എന്ന് പറയുന്നു, അത് ജന്മരാശി എന്ന് പറയുന്നു. ഈ ജന്മക്കൂറിൻ്റെ, ഈ ചന്ദ്രൻ സഞ്ചരിക്കുന്ന രാശിയുടെ 12ാം ഭാവത്തിലും ജന്മത്തിലും 2ാം ഭാവത്തിലും കൂടി ശനി 7.5 വർഷക്കാലം സഞ്ചരിക്കുന്നുണ്ട്. കാരണം ഓരോ രാശിയിലും 2.5 വർഷം വെച്ചാണ് 7.5 വർഷം സഞ്ചരിക്കുന്നത്. ഇങ്ങനെ സഞ്ചരിക്കുന്ന കാലയളവിലാണ് ഏഴര ശനിക്കാലം എന്ന് പറയുന്നത്. ഒരു മനുഷ്യ ആയുസ്സിൽ ഏഴര ശനി 3 പ്രാവശ്യമാണെന്ന് ബാധിക്കുന്നതെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. ആദ്യം ഏഴര ശനി ബാധിക്കുമ്പോൾ നമ്മൾ ചെറുപ്പമായിരിക്കും, വളരെ ചെറുപ്പമായത് കാരണം നമുക്കതിൻ്റെ ഫീലിംഗ് ഒന്നും തന്നെ അനുഭവിക്കാൻ അറിയത്തില്ല, എന്താണ് എന്ന് തിരിച്ചറിവും ബോധം ഉണ്ടാകത്തില്ല. എന്നാൽ 2ാമത്തെ ശനി വളരെയധികം ഫീൽ ചെയ്യുന്നൊരു കാര്യമാണ്. ഈ ശനി ഏറ്റവും കൂടുതൽ മനസ്സിനെ ബാധിക്കും, ധനത്തെ, ആരോഗ്യത്തെ, അങ്ങനെയൊക്കെയുള്ള കുടുംബജീവിതത്തെ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ബാധിക്കാറുണ്ട്. മനസ്സാവാച കർമ്മം അറിയാതെ നല്ല കാലയളവിലൊക്കെ ഏഴര ശനി ബാധിക്കുമ്പോൾ നമുക്ക് പെട്ടെന്നുണ്ടാകുന്ന തകർച്ച വളരെയധികം വിഷമതകളിലേക്ക് കടത്താറുണ്ട്. അപ്പോൾ ഈ ഏഴര ശനി ആർക്കൊക്കെയാണ് ബാധിക്കാത്തത്? യഥാർത്ഥത്തിൽ ഏഴര ശനി ബാധിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ശനി ജാതകത്തിൽ ഗുണപ്രദമായ സ്ഥാനങ്ങളിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് ഈ ശനിയുടെ ദോഷഫലങ്ങൾ കുറഞ്ഞിരിക്കും. എന്നിരുന്നാലും ശനിയുടേതായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടേ പോവുകയുള്ളൂ. ഏഴര ശനിക്കാലം എന്ന് വെച്ചാൽ ഇത് അനുഭവം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ കൂടുതലും ജീവിതത്തെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞിരിക്കും. അത്രമാത്രം ശനി ഒരു അധ്യാപകനായിട്ട് മാറുന്നൊരു കാലയളവാണ് ഏഴര ശനിക്കാലം എന്ന് പറയുന്നത്. അപ്പം ഈ ജന്മത്തിൽ ശനി നിൽക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലഗ്നത്തിൽ നിൽക്കുക, ചന്ദ്രലഗ്നത്തിൽ നിൽക്കുന്ന ശനിയാണ് ജന്മത്തിൽ നിൽക്കുന്നത്. അതുപോലെ 12ാം ഭാവത്തിലാണ് ആദ്യമേ ശനി ബാധിക്കുന്നത്. 11ാം ഭാവത്തിലെ ശനി വളരെ അനുകൂലങ്ങൾ നമുക്ക് തരും, വളരെ നേട്ടങ്ങളൊക്കെ തന്നിട്ട് നമ്മളെ വളരെയധികം അങ്ങ് സന്തോഷിപ്പിക്കും. എന്തൊക്കെ കാര്യത്തിനൊക്കെ എടുത്തിയാടാവോ അവിടെയൊക്കെ നമ്മൾ എടുത്തിയാടി നമുക്ക് പണി തരാൻ വേണ്ടുന്ന രീതിയിൽ എല്ലാ രീതിയിലും 11ാം ഭാവത്തിൽ ഇരിക്കുന്ന ശനി നമ്മളെ പാകപ്പെടുത്തിയെടുക്കും. അതിന് ശേഷമാണ് 12ലേക്ക് ശനി വരുന്നത്. 12ാം ഭാവം എന്ന് വെച്ചാൽ ബന്ധന ഭാവം എന്ന് പറയും, വ്യയസ്ഥാനം എന്ന് പറയും, അല്ലെങ്കിൽ നഷ്ടസ്ഥാനം എന്ന് പറയും. ഈ 12ാം ഭാവത്തിൽ ശനി വന്നു കഴിഞ്ഞാലുള്ളൊരു ദോഷമെന്ന് പറയുന്നത്, അതിനെക്കുറിച്ചാണ് ഞാൻ ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ ശനി ആർക്കൊക്കെയാണ് കൂടുതൽ ബാധിക്കാത്തത്? യോഗകാരകനായി ശനി നിൽക്കുന്ന ജാതകക്കാർക്ക് ബാധിക്കത്തില്ല. അതുപോലെ ഇടവും മകരം ലഗ്നമായിട്ട് വരുന്നവർക്ക് പിന്നെ ഈ ഏഴര ശനിക്കാലം ബാധിക്കുക, അല്ലെങ്കിൽ ശനിയുടെ ദോഷം ബാധിക്കുകയില്ല. കുംഭലഗ്നം, അല്ലെ കുംഭത്തിലും ഇടവത്തിലും അതുപോലെ മകരത്തിലും ഒക്കെ നിൽക്കുന്ന ശനി, അതുപോലെ തുലാം രാശി നിൽക്കുന്ന ശനി, അത് ഉച്ചക്ഷേത്രത്തിൽ നിൽക്കുന്ന ശനി, അതുപോലെ ബന്ധുക്ഷേത്രത്തിലൊക്കെ നിൽക്കുകയൊക്കെ ആണെങ്കിൽ ശനി നമുക്ക് കൂടുതൽ ദോഷഫലങ്ങൾ തരത്തില്ല. ഈ ഒരു നക്ഷത്രക്കാർക്ക് എല്ലാ പ്രായക്കാരും ഒരേപോലെയുള്ള സമയത്തിലൂടെ അല്ല കടന്നു പോകുന്നത്. അവരുടെ എല്ലാം ദശാകാലങ്ങളെന്ന് പറയുന്നത് ശുഭഗ്രഹങ്ങളുടെ ദശാകാലവും കാണും, മോശഗ്രഹങ്ങളുടെ പാപഗ്രഹങ്ങളുടെ ദശാകാലങ്ങളും കാണും. അപ്പോൾ ശുഭഗ്രഹങ്ങളുടെ ദശാകാലത്തൊക്കെ ഉള്ള ഒരു ശനിദോഷമാണെങ്കിൽ ദോഷത്തിൻ്റെ ആധിക്യത്തെ കുറയ്ക്കാറുണ്ട്. എന്നിരുന്നാലും ശനിയുടേതായിട്ടുള്ള പണികളൊക്കെ ചെയ്യാറുണ്ട്. ഏഴര ശനിക്കാലം എല്ലാവരും തന്നെ സൂക്ഷിക്കുക. ശനിദേവനെ എല്ലാവർക്കും തന്നെ പൊതുവെ വളരെ ഭയമാണുള്ളത്. എന്നിരുന്നാലും ശനി വളരെ ഗുണങ്ങൾ തരുന്ന ശനിയാണ്. എല്ലാം പതുക്കെ പോകും എന്നത് മാത്രമേ ഉള്ളൂ. ശനി ഒരുപാട് ഗുണങ്ങൾ തരുന്നുണ്ട്. ദോഷസ്ഥാനങ്ങളിലൊക്കെ നിൽക്കുന്ന ശനി മാത്രമാണ് നമുക്ക് ഒരുപാട് ഫീലിങ്ങും പരാജയവും വിഷമതകളും ഒക്കെ നൽകുന്നത്. അപ്പം 12ാം ഭാവത്തിൽ നിൽക്കുന്ന ശനിയുടെ ദോഷം എങ്ങനെയൊക്കെയാണ് ഒരാളെ ബാധിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. 12ാം ഭാവത്തിലെ ശനി നമുക്ക് ഏഴര ശനിയുടെ ആദ്യത്തെ കാലഘട്ടമാണ് ഈ 2.5 വർഷം.
ഇത് പ്രധാനമായും മനസ്സിനെയും സാമ്പത്തികമായ മേഖലയെയും അല്ലെ സമ്പത്തിനെയും അനാവശ്യ ചിലവുകൾ വരാതെ സൂക്ഷിക്കുക. അതുപോലെ നമ്മൾ എന്തെങ്കിലും നിക്ഷേപിക്കുകയൊക്കെ ചെയ്യുന്നത് വളരെയധികം സൂക്ഷിക്കണം. കടബാധ്യതകൾ ചെന്ന് പെടാതെ സൂക്ഷിക്കണം. അവരെ കയ്യിൽ നിന്ന് ധനമൊക്കെ പോയി കഴിഞ്ഞാൽ ആർക്കെങ്കിലും കൊടുത്താൽ അത് കിട്ടുന്ന കാര്യമൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെയൊക്കെ അതുപോലെ മാനസിക പിരിമുറുക്കം, മനസ്സമാധാനമില്ലായ്മ, അകാരണമായ ഭയം, ഉത്കണ്ഠ, ഉറക്കമില്ലായ്മ എന്നിവ അനുഭവപ്പെടാനും മറ്റുള്ളവർ നമ്മെ തെറ്റിദ്ധരിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇത്. ആർക്കും തന്നെ ഒരാളെ കുറ്റപ്പെടുത്തുന്നത് ഇഷ്ടപ്പെടത്തില്ല. നമ്മൾ ചെയ്യാത്ത കുറ്റത്തിനൊക്കെ പഴി കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വളരെയധികം വിഷമങ്ങൾ അനുഭവിക്കും. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകും. അതുപോലെ ജന്മനാട്ടിൽ നിന്ന് സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ മാറി താമസിക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടാകുക, ജോലിയിൽ നഷ്ടമോ ജോലി നഷ്ടപ്പെട്ടു പോകുകയോ അപ്രതീക്ഷിതമായ സ്ഥാനമാറ്റമോ ഒക്കെ സംഭവിക്കാനുള്ളൊരു യോഗമുണ്ട്. ആരോഗ്യ പ്രശ്നത്തിലാണ് ശാരീരികമായ ക്ഷീണം, ഇടത് കണ്ണിനും ഇടത് കാലിനും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാനുള്ളൊരു കാലഘട്ടം കൂടിയാണ്. ചിന്തിക്കാത്ത സമയത്ത് പോലും നമ്മൾ ആശുപത്രിയെ സമീപിക്കേണ്ടി വരും. ഇതുപോലുള്ള രോഗാദി ദുരിതങ്ങളൊക്കെ നമ്മളെ ബാധിക്കാനൊക്കെ ഉള്ളൊരു ഇടവന്നേക്കാം. അതുപോലെ നിയമപരമായി 12ാം ഭാവം ബന്ധനത്തെയാണ് ചിന്തിക്കുന്നത്. നിയമപരമായ കേസ് മുതലായ കാര്യങ്ങൾ വന്നുപെടാനൊക്കെ ഉള്ള ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് ജാഗ്രത പാലിക്കുക. രേഖകൾ ഒപ്പിട്ട് കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതുമൊക്കെ വളരെയധികം സൂക്ഷിച്ച് വേണം. ഈ അഷ്ടവർഗത്തിൽ ശനിയുടെ ബിന്ദുക്കൾ കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ പോയിന്റുകൾ നൽകുന്നുണ്ടെങ്കിൽ ദോഷഫലം വളരെ കുറഞ്ഞിരിക്കും. ഈ സമയത്ത് ധ്യാനം പരിശീലിക്കുന്നത് വളരെ നല്ലതായിരിക്കും. മനസ്സിനെ നിയന്ത്രിക്കാൻ സഹായിക്കും. അതുപോലെ പാവപ്പെട്ടവർക്ക് കറുത്ത വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കുന്നതും ആഹാരം വാങ്ങിക്കൊടുക്കുന്നതും ഒക്കെ വളരെയധികം ഗുണം ചെയ്യും. ഇങ്ങനെയൊക്കെയാണ് ഈ 12ാം ഭാവത്തിലെ ശനി നമുക്ക് ബാധകമാകുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിലാകുമ്പോൾ നിങ്ങൾക്ക് ശനി ബാധിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം. അന്നേരം അടുത്തുള്ള ഒരു ജ്യോത്സ്യനെയൊക്കെ പോയി കാണുന്നത് വളരെ ഉത്തമമായിരിക്കും. അതുപോലെ ലഗ്നത്തിൽ ശനി എങ്ങനെ ബാധിക്കും?